എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ശ്രീ സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നെടുത്ത കരിയാറ്റിലെ മുതല എന്ന കഥ നമുക്ക് കേട്ടാലോ? 7ാം ക്ലാസ് മുതൽ വൈക്കം കൊതവറ എന്ന ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറാണ് കരിയാർ എന്നു പേരുള്ള പുഴ. അവധി ദിവസങ്ങളിൽ കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാൻ പോകും. അമ്മയുടെ കുടുംബ പേരായ കരിവേലിൽ എന്ന് തന്നെയാണ് പ്രസിദ്ധമായ കരിവേലി കടത്തുകടവ് അറിയപ്പെടുന്നത്. അക്കരെ TV പുരമാണ് വൈക്കത്തേക്കുള്ള കുറുക്കുവഴി. കടവിൽ 3-4 കടത്തുവള്ളങ്ങളുണ്ട്. ചിതൻ, കുമാരൻ, സുഗുണൻ എന്നിവരാണ് കഴുക്കോൽ എടുക്കുന്നവർ. തമ്പി എന്നു പേരുള്ള ഒരു കടത്തുകാരൻ കൂടിയുണ്ട്. അക്കരക്കാരനാണ്, വലിയ ഡിഗ്രിക്കാരൻ. ഇവരിൽ കുമാരൻ യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങാറില്ല. അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ് ആണത്രേ. യാത്രക്കാർ ആരെങ്കിലും കുമാരന് പണം കൊടുത്താൽ കടത്തുകൂലി കൈക്കൂലിയായി കണക്കാക്കപ്പെടും. കുമാരൻ്റെ കാക്കി ഉടുപ്പ് കണ്ടാൽ ആരും പണം വെച്ച് നീട്ടാറില്ല. കടത്തുകൂലി 20 പൈസ ആണെന്ന് ഓർക്കണം. കുമാരന് ശമ്പളം കൊടുക്കാൻ വരുമ്പോൾ ഗവൺമെൻറ്റിനെ നേരിട്ട് കാണാമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ ചായക്കടയിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ കുമാരൻ പൊട്ടിച്ചിരിച്ചു. മണ്ട, ഗവൺമെൻറ് ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതിൽ കുമാരൻ കണ്ടമാനം അഭിമാനിച്ചിരുന്നു. കുമാരനുമായി ഞാൻ നല്ല ചങ്ങാത്തത്തിലായിരുന്നു. കാരണം അദ്ദേഹം നല്ല കഥ പറച്ചിലുകാരനാണ്. ഒരിക്കൽ എന്നെ മാത്രം തോണിയിൽ കയറ്റി പുഴ കടക്കുമ്പോൾ കുമാരൻ ആ കഥ പറഞ്ഞു. പണ്ട് കരിയാറ്റിൽ ഉണ്ടായിരുന്ന ഒരു മുതലയുടെ കഥ. ആരെയും ഉപദ്രവിക്കാത്ത പാവം മുതല കണ്ണു മാത്രം വെള്ളത്തിന് മുകളിലാക്കി അതങ്ങനെ അനങ്ങാതെ കിടക്കും. അന്നത്തെ കടത്തുകാരൻ അതിനെ കാരണമില്ലാതെ കഴുക്കോലുകൊണ്ട് കുത്തുക പതിവായിരുന്നു. ഒരിക്കൽ സഹികെട്ട മുതല കടത്തുകാരനെ ചാടിപ്പിടിച്ചു കരിയാറിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. 3-ാം ദിവസം അയാളുടെ മൃതശരീരം കരിയാറിന് മുകളിൽ പൊങ്ങി വന്നില്ല. പിന്നീട് മുതലയും ആരും കണ്ടില്ല. ഇപ്പോഴും മുതലയുണ്ടോ? എൻ്റെ പേടി കണ്ട് കുമാരൻ ചിരിച്ചു. അതൊക്കെ പണ്ടത്തെ കഥയല്ലേ. കരുവേലിക്കടവിലെ കറുമ്പൻ ആശാന്റെ ചായക്കടയിലിരുന്ന് പിന്നെയും കുമാരൻ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോഴെല്ലാം രാഷ്ട്രീയം പറഞ്ഞ് സുഗുണനുമായി തർക്കിക്കുകയും ചെയ്തു. മെലിഞ്ഞുണങ്ങിയ സുഗുണന്റെ ക്ഷയരോഗിയുടേതുപോലുള്ള ദയനീയമായ ചുമയിലാണ് തർക്കങ്ങൾ എല്ലാം അവസാനിച്ചിരുന്നത്. അമ്മയുടെ ഒരകന്ന ബന്ധുവായിരുന്നെങ്കിലും സുഗുണൻ എന്നോട് മിണ്ടുകയോ പരിചയം കാണിക്കുകയോ ചെയ്തിരുന്നില്ല. ഒരിക്കൽ ചായക്കടയിൽ വെച്ച് മുതിർന്നവർ സംസാരിക്കുമ്പോൾ പിള്ളേർക്ക് എന്ത് കാര്യം എന്ന് എന്നെ നോക്കി അയാൾ പറഞ്ഞപ്പോൾ ഇവനും നാളെ മുതിർന്നവൻ ആകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് കുമാരൻ എൻ്റെ രക്ഷയ്ക്കെത്തി. കടത്തുകടവിന് അല്പം വടക്ക് മാറിയുള്ള കുളിക്കടവിൽ അവധി ദിവസങ്ങളിൽ ഞാൻ കൂട്ടുകാരോടൊപ്പം നീന്താനെത്തും. അല്പം മുതിർന്നയാളായ പവിത്രൻ ആണ് ഞങ്ങളുടെ ലീഡർ. എന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ച ആശാനാണ്. പിന്നെ സന്തോഷും തങ്കച്ചനും, 2 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആദ്യ ദിവസം തന്നെ നീന്തി കരിയാറിന് അക്കരയെത്തി ഞാൻ അവരെയെല്ലാം അമ്പരപ്പിച്ചു കളഞ്ഞു. അക്കരെയുള്ള കപ്പത്തോട്ടത്തിൻ്റെ കമ്പിവേലിയിൽ പിടിച്ചു നിന്ന് ഞാൻ കിതച്ചു. അപൂർവമായി മാത്രം വിജയിക്കുന്നവൻ്റെ അഭിമാനത്തോടെ. വേമ്പനാട്ടുകായലിൽ നീന്തി പഠിച്ചവൻ്റെ മിടുക്ക്. ലീഡർ പവിത്രന് വേവലാതിയായി. തിരിച്ചു നീന്തണ്ടാ, ഞാൻ വള്ളവും കൊണ്ടുവരാം. അത് വകവയ്ക്കാതെ ഞാൻ തിരികെ നീന്തി മുങ്ങാങ്കുഴിയിട്ടു. നിശ്ചലമായി മലർന്നു കിടന്നു. വടക്കോട്ട് ഒഴുകിപ്പോകുന്ന സത്യം ഞാൻ അറിഞ്ഞില്ല. കൂട്ടുകാരുടെ അലമുറകൾ കേട്ടില്ല. കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അപരിചിതമായ സ്ഥലം. കുളിക്കടവ് എവിടെ? കൂട്ടുകാർ എവിടെ? മുങ്ങിത്താഴ്ന്നു കണ്ണുമിഴിച്ചു ഞാൻ നോക്കി. അടിത്തട്ടിൽ ഒരു മുതലയുടെ ഭീമാകാരമായ രൂപം. പണ്ട് കടത്തുകാരനെ പിടിച്ചുകൊണ്ടുപോയ മുതല.
തലയ്ക്കു മുകളിലെ സൂര്യൻ പെട്ടെന്ന് കരിഞ്ഞ് കരിക്കട്ട പോലെയായി. ഇരുട്ട് കണ്ണുകളിലൂടെ എന്നിലേക്ക് ഇറങ്ങി നിറഞ്ഞു. കൈകളും കാലുകളും തളർന്നു. സർവശക്തിയുമെടുത്ത് മുകളിലേക്ക് ഉയർന്നു വന്നു. കണ്ണുകൾ വലിച്ചു തുറന്ന ഞാൻ കണ്ടു ഒരു വള്ളത്തിൻ്റെ കൊമ്പ്. അത് പവിത്രനായിരുന്നു. അവൻ എന്നെ വലിച്ചു വള്ളത്തിലേക്കിട്ടു. എൻ്റെ കോലം കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. നിന്റെ തോർത്തെവിടടാ? പവിത്രൻ്റെ തോർത്തെടുത്തു വള്ളത്തിൽ കുളിക്കടവിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ മുഖത്തെ വിജയിയുടെ ഭാവം അപ്രത്യക്ഷമായിരുന്നു. നന്ദി, നമസ്കാരം.